നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 20-ാം തീയതി 1201 ആണ്ട് തുലാമാസം 3-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് അത്തൻ നക്ഷത്രമാണ്. തിങ്കളാഴ്ചയും അത്തൻ നക്ഷത്രവുമായിട്ട് വളരെ ബന്ധമുണ്ട്. രോഹിണി, അത്തം, തിരുവോണം ഇവർ 3 പേരും ജനിക്കുന്നത് ചന്ദ്രദശയിലാണ്. അപ്പോൾ അത്തൻ നക്ഷത്രവും തിങ്കളാഴ്ചയും ആയിട്ട് ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് സന്തോഷപ്രദമായ ഒരു നല്ല ദിവസമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തന്നിരിക്കുന്നത്. എന്ത് ശുഭകാര്യങ്ങൾക്കും നമുക്ക് ഈ ദിവസം എടുക്കാം. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളത് തുലാമാസത്തിലെ അത്തൻ നക്ഷത്രം. തുലാമാസത്തിലെ അത്തൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങളുടേത്. കാരണം അത്തൻ നക്ഷത്രം തിങ്കളാഴ്ചയായിട്ട് ഒത്തു വന്നിരിക്കുകയാണ്. ആ ഒരു വർഷം നിങ്ങൾക്ക് വളരെ നേട്ടത്തിൻ്റെ കാലഘട്ടമായിരിക്കും. സാധാരണ ഒരാളിന് കിട്ടുന്നതിനേക്കാൾ ഗുണഫലം സിദ്ധിക്കും. വീട് വെക്കാനോ വസ്തു മേടിക്കാനോ മറ്റെന്തെങ്കിലും ശുഭകർമ്മങ്ങൾ ചെയ്യാനോ അതുമായിട്ട് നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, അത് വീടാവാം മറ്റേതെങ്കിലും ആവാം, കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാവാം, ഇതൊക്കെ നിങ്ങൾക്ക് അനുകൂലപ്രദമായി തീരും. പുതിയ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ വാഹനാദി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷം തന്നെയാണ്. അപ്പോൾ പുതുവർഷം നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ സന്തോഷപ്രദമായ അവസ്ഥകളെ പ്രദാനം ചെയ്തു തരും. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ശുഭദിനമാണെന്ന് ഞാൻ പറഞ്ഞു. ഇറങ്ങുമ്പോൾ യാത്രയ്ക്ക് രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 7:45 തൊട്ട് 9:13 വരെ രാവുകാല സമയമാണ്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. 7 തൊട്ട് 9 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ 15 മിനിറ്റോളം വ്യത്യാസത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഈ സമയം നമുക്ക് ശുഭയാത്രയ്ക്ക് എടുക്കരുത്. അതുപോലെ ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും ഒരു കാര്യങ്ങൾക്കും അത്ര നല്ലതല്ല. ഗുളികൻ്റെ ബന്ധം പറഞ്ഞ കാലഘട്ടം ശരിക്ക് 1:37 തൊട്ട് 3:05 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 10:41 തൊട്ട് 12:09 വരെയും. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:45 തൊട്ട് 12:33 വരെ അഭിജിത്ത് മുഹൂർത്തം. എന്ത് ശുഭകാര്യങ്ങൾക്കും അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. അതുപോലെ തന്നെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് വെളുത്ത വസ്ത്രം അല്ലെങ്കിൽ ശരിക്കും പേളിൻ്റെ കളറിലുള്ള വസ്ത്രം അല്ലെങ്കിൽ ഇതുമായിട്ട് മിക്സ് ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.